ചിന്തിച്ചാലൊരു അന്തവുമില്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവുമില്ല എന്ന രീതിയിലാണ് ലോകത്തിന്റെ പോക്ക്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസിനെ മുൻനിർത്തി ചൈന ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ തായ്വാനിൽ ലായ് ചിങ് തേയെ മുൻനിർത്തി അമേരിക്ക ചൈനയ്ക്കെതിരെ കളിക്കുകയാണ്. ചൈന വളരെയധികം പ്രാവശ്യം പറഞ്ഞതാണ് അവിടുത്തെ ജനങ്ങളോട് തായ്വാനിൽ ചൈനീസ് വിരുദ്ധ മുന്നണിയെ തിരഞ്ഞെടുക്കരുതെന്ന്. എന്നിട്ടും അവർ ചൈന വിരുദ്ധരെ തന്നെ ഇലക്ട് ചെയ്തു പ്രസിഡന്റായിട്ട്. ഇപ്പോൾ ചൈന പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവികസേന അഭ്യാസവും ഡ്രോണും ഒക്കെ ഇറക്കി അവരെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് അവർ പോകത്തില്ല. കാരണം ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക പിന്നിൽ നിന്ന് പണി കൊടുക്കുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ റഷ്യക്ക് ഉക്രൈനിൽ പണി കിട്ടുന്നത് പോലെ ഉക്രൈൻ യുദ്ധം 1 മാസം കൊണ്ട് തീർക്കാമെന്നായിരുന്നു റഷ്യ വിചാരിച്ചിരുന്നത്. പക്ഷേ യൂറോപ്പും അമേരിക്കയും ഒക്കെ ഇടപെട്ടതോടുകൂടി ഇപ്പം നീണ്ടു പോവുകയാണ്. റഷ്യയും യുദ്ധം ചെയ്ത് തളർന്നു പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ചരിത്രത്തിന്റെ പുനരാവർത്തനമാണ്. മുൻപ് വിയറ്റ്നാമിൽ യുദ്ധം ചെയ്ത അമേരിക്കയെ തറപറ്റിച്ചത് റഷ്യയുടെ സാങ്കേതികവിദ്യയും റഷ്യൻ സപ്പോർട്ടുമായിരുന്നു. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഉക്രൈനിൽ റഷ്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.